ഈ ഫലസ്തീൻ എന്ന അധ്യായം നമ്മെ കരയിപ്പിക്കുമ്പോഴും ശത്രു എന്തുകൊണ്ടാണ് ഇത്ര വലിയ ശക്തിയോടെ നമുക്കെതിരെ രംഗത്ത് വരുന്നത്? അതിന്റെ കാരണം ഫലസ്തീനിൽ കുഴിച്ചു മൂടപ്പെട്ട, വലിച്ചെറിയപ്പെട്ട, കരിക്കപ്പെട്ട 1.5 ലക്ഷം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ 1.5 ലക്ഷത്തിന്റെ ഇരട്ടി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് പരിചയപ്പെടാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ഇത്രയേറെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ട സാഹചര്യത്തിലും ഒരാൾ പോലും ലോകത്ത് അന്താരാഷ്ട്ര നീതികളുടെ സീമകൾ മുഴുവൻ ലംഘിച്ച് ഒരു യുദ്ധമെന്നല്ല, ഒരു പോരാട്ടമെന്നല്ല, ഏകപക്ഷീയമായ ഒരടിച്ചമർത്തലിന് വേണ്ടി തയ്യാറായ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതക്കരടിയുടെ മുന്നിൽ പേടിച്ചരണ്ട് തൊഴുകയുമായി ഞങ്ങൾ നിങ്ങളുടെ ആശയത്തിലേക്ക് വരാം എന്നൊരു കുഞ്ഞു പോലും ഫലസ്തീനിൽ നിന്ന് പറഞ്ഞില്ല. ഈ ആദർശത്തിന്റെ വിശുദ്ധി, ഇത്ര വലിയ ദൃഢമായ വിശ്വാസം ലോകത്ത് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും ഇരുന്ന് കാണുന്ന ആളുകൾ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, അവരേതു മതത്തിലോ അല്ലെങ്കിൽ മതമില്ലാത്തിടത്തോ ജനിച്ചു വീണവരാണെങ്കിലും അവർ ഇസ്ലാമിനെ പുകഴ്ത്താനും പരിചയപ്പെടാനും തയ്യാറാകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രവചേരിയെ വിറകൊള്ളിക്കുന്നത് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇനിയും പ്രതിസന്ധികൾ നന്മയുടെ വക്താക്കൾക്ക് വർദ്ധിച്ചു വരും. ഈ ലോകത്ത് സമാധാനം പറയുന്നവർക്ക് ആരും പിന്തുണയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തുന്നു. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും തോളോട് തോളുരുമ്മി നിന്ന് ഒറ്റക്കെട്ടായി ഒരു 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വീറോടെ ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികത തിരിച്ചുപിടിക്കാൻ, മനുഷ്യത്വം തിരിച്ചുപിടിക്കാൻ, മനുഷ്യരോടൊപ്പം നിൽക്കാൻ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ ഉലമാക്കളും സംഘടനാ വ്യത്യാസമില്ലാതെ വിളിച്ചു പറയുന്നു ആ സത്യം. അതുപോലെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല, ഇസ്ലാമേതര സമൂഹത്തിലെ ആചാര്യന്മാരും അതിൻ്റെ മത നേതാക്കളും വിളിച്ചു പറയുന്നു. രാഷ്ട്രീയ രംഗത്ത് അല്പമെങ്കിലും ധാർമ്മികത ശേഷിക്കുന്നവർ അത് വിളിച്ചു പറയുന്നു. ഈ വിളിയാളത്തിനാണ് നാം ശ്രവണപുടം കൊടുക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നിങ്ങൾക്കറിയുമല്ലോ. അഫ്ഗാനിലെ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അതിക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയാണ് അമേരിക്ക. അമേരിക്കയുടെ ഇപ്പോഴത്തെ പണിയൊക്കെ നിങ്ങൾക്കറിയാം. വെനസ്വേലയിൽ നിന്ന് പ്രസിഡന്റിനെയും ഭാര്യയും അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഒരു കാലഘട്ടം. ഗ്രീൻലാൻഡ് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന കാലഘട്ടം. ഒരു രാജ്യത്തിന്റെയും, ഇനി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ ഇറാന് എതിരെ യുദ്ധം ചെയ്യുന്നതിനെതിരെ, അഥവാ അമേരിക്കയുടെ നിലപാടിനെതിരെ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വോട്ട് ചെയ്ത വാർത്ത ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. അതൊന്നും അമേരിക്കക്ക് പ്രശ്നമല്ല. അമേരിക്ക നാളെ വേണമെങ്കിൽ പറയും, ഐക്യരാഷ്ട്രസഭയിൽ ഞങ്ങളില്ല. വീറ്റോ പവർ ഉള്ളതുകൊണ്ട് ആരെയും പേടിക്കേണ്ടാത്ത ചെകുത്താനായി മുന്നിൽ നിൽക്കുമ്പോ അത്തരം ശ്രമങ്ങളുമായി കടന്നു വരുന്ന ആ കക്ഷികൾ ഒരിക്കൽ അഫ്ഗാനിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവൻ റിട്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തക പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം എന്താണ്? അവർ ബ്രിട്ടന് വേണ്ടി, സഖ്യകക്ഷികൾക്ക് വേണ്ടി അഫ്ഗാനിൽ ചാരപ്രവർത്തനത്തിന് വേണ്ടി പോയതാണ്. അഫ്ഗാനിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അവിടുന്ന് ഉത്ഭൂതമായ തീവ്രവാദമോ മനുഷ്യത്വത്തിന് അനുകൂലിക്കാൻ സാധ്യമായ കാര്യമല്ല. അതേസമയം റഷ്യൻ പട്ടാളത്തോട് അവിടുത്തെ മനുഷ്യമക്കൾ പോരാടിയ കാലഘട്ടം മുതൽ നന്മയുടെ വക്താക്കൾ അവിടെ വല്ലാതെ വേദന അനുഭവിക്കുന്നു എന്ന് നമുക്കറിയാം. ഇവൻ റിട്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തക അവിടെ ആദ്യ ദിവസം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചാരപ്രവർത്തനം നടത്തി ഇവൻ റിട്ലിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. ആ ജയിലിൽ കിടക്കുമ്പോൾ ബ്രിട്ടൻ ആകെ ഇളകി. ബ്രിട്ടന്റെ വലിയ ലോക പ്രശസ്തയായ പത്രപ്രവർത്തകയാണ് അറസ്റ്റിലായിരിക്കുന്നത്, അവിടെ ജയിലിൽ കിടക്കുന്നത്. മോചിപ്പിക്കാൻ ബ്രിട്ടൻ വലിയ വില കൊടുത്തു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തീവ്രവാദികൾക്ക് വലിയ സമ്പത്ത് കൊടുക്കേണ്ടി വന്നു, ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ബ്രിട്ടന്റെ അധ്വാനം കൊണ്ട് ഈ ഇവൻ റിട്ലി അവിടുന്ന് മോചിതയായി.
പക്ഷേ ബ്രിട്ടനിലേക്ക് അവർ വന്നപ്പോൾ അവർക്ക് കൊടുത്ത സ്വീകരണത്തിൽ അവർ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തോട് വല്ലാതെ നന്ദി പറയുകയാണ്. താങ്ക്സ്. ഇത്രയും വലിയ അധ്വാനം ഈ രാജ്യം ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയ കഷ്ടപ്പാടുകൾ എന്റെ രാജ്യം എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ നന്ദി പറയുന്നതോടൊപ്പം ഒരു സത്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്റെ മനസ്സാക്ഷിയോട് യോജിച്ച നിലക്കൊരു സത്യം പറയട്ടെ, ഞാൻ പരിശുദ്ധ ഇസ്ലാമിനെ ഡിക്ലെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്കൊരു പർദ്ദ ധരിക്കാൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവട്ടി പറഞ്ഞ ഒരു വലിയ പ്രസ് കോൺഫറൻസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ മനംമാറ്റം വന്നത്? ഞാൻ അഫ്ഗാനിസ്ഥാന്റെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, ശരിയാണ്. ചാരപ്രവർത്തനത്തിന് പോയ ആൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നത് സാധാരണ സംഭവമാണ്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സംവിധാനങ്ങൾ കുറവുള്ള ആ രാജ്യത്ത് എന്നെ മണത്തെറിഞ്ഞ് പിടിച്ച് അകത്താക്കി. അങ്ങനത്തെ ജയിലുകളിൽ ഞാൻ പല രാജ്യങ്ങളിലും കിടന്നിട്ടുണ്ട്. ഒരുപാട് അരമനകളിൽ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ധാരാളം ലൈംഗികമായ പ്രത്യേകമായ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് ഞാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ ജയിലിലെത്തിയപ്പോൾ അവിടെ ഒരു പുരുഷന്റെ കണ്ണ് തുറിച്ചുള്ള നോട്ടം പോലും ഞാൻ ഈ ബ്രിട്ടനിൽ എത്തുന്നത് വരെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവിടുത്തെ ലേഡീസ് വളണ്ടിയേഴ്സ് സ്നേഹമസൃണമായി എനിക്ക് അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും ജയിലിൽ കിടക്കുന്ന ആ പ്രതിയായ എനിക്ക് കൊണ്ടുവന്ന് ഭക്ഷണം തരുന്ന രംഗം. അപ്പോഴൊക്കെ ഞാൻ ബ്രിട്ടനിലെ ആളാണല്ലോ, അഹങ്കാരം കൊണ്ട് മാറ്റിവെച്ച ഭക്ഷണം അവർ രണ്ടാമതും വന്ന് ഫ്രഷായ ഫുഡ് കൊണ്ടുവന്ന് സ്നേഹമസൃണമായി കൈ കഴുകി തന്ന് കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞ ലേഡീസ് വളണ്ടിയേഴ്സ് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അതിനെ പാകപ്പെടുത്തിയത് ഇസ്ലാമാണെങ്കിൽ ആ ഇസ്ലാമിന്റെ ആശയത്തെ ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത് അവർ പറയുകയാണ്, ആകാശ ലോകത്ത് വട്ടമിട്ട് പറക്കുന്ന ബോംബർ ഫൈറ്റേഴ്സ് വിമാനങ്ങൾ അവിടുന്ന് ബോംബുകൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുമ്പോ മൊട്ടക്കുന്നുകളുടെ താഴേക്ക് അതുപോലെ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്ക് ഇവർ പോയി ഒളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മധ്യാഹ്ന സൂര്യനെ നോക്കി ദിശ നിർണയിച്ച് സമയം കണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ആ പരിശുദ്ധമായ ളുഹറിന്റെ വാങ്ക് വിളിക്കുമ്പോ എവിടെയാണ് ഞാൻ ഇരിക്കുന്നത്? അപകടം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണെന്ന ചിന്തയില്ലാതെ ആ വിളിക്കുത്തരം നൽകി അവിടുന്ന് കടന്നു വരുന്ന ആളുകൾ അവരതാ വന്ന് ളുഹർ നിസ്കാരത്തിന് പരസ്യമായി കൈകെട്ടി നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വന്നപ്പോൾ ഒരു ഗ്രാൻഡ് സൺ, ഒരു പേരക്കുട്ടി അതാ ഉപ്പാപ്പയുടെ തുണിക്കോന്തലയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ കുട്ടി അവിടെ നിർത്തിയിട്ട് കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചയാൾ അയാൾ അറിഞ്ഞില്ല ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന നിലക്ക് അവിടെ ചുറ്റി നടക്കുമ്പോ ക്ലസ്റ്റർ ബോംബിന്റെ പൊട്ടാത്ത അവശിഷ്ടങ്ങൾ, അത് ടോയ്സ് ആണ്, സ്വീറ്റ്സ് ആണ്, മിഠായി ആണെന്ന് കരുതി അതെടുത്ത് അതാ ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോ അത് പൊട്ടിത്തെറിച്ച് 100-ൽ പരം കഷ്ണങ്ങളായി തെറിച്ചുപോയി ആ കുഞ്ഞ്. ഇതൊന്നും അറിയാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ നിസ്കരിച്ചു കഴിഞ്ഞപ്പോ 100-ൽ പരം കഷ്ണങ്ങളായി തെറിച്ചു കിടക്കുന്ന ബോഡി പാർട്സുകൾ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടേതാണ്. നിറകണ്ണുകളോടെ അതെടുത്തൊരു പോളിത്തീൻ കവറിലേക്ക് നിറച്ചു. പള്ളി ഉണ്ടായിരുന്ന സ്ഥലം അനുമാനിച്ചെടുത്തു. സർവ്വതും നഷ്ടപ്പെട്ട നാട്ടിൽ അവിടെ മക്ബറയായി പരിസരത്തുള്ള കബറടക്കുന്ന സ്ഥലം ഗണിച്ചെടുത്തു. ഒരു കുഴി കുഴിച്ച് ആ കുഞ്ഞിനെ പോളിത്തീൻ കവറിൽ നിറച്ച കുഞ്ഞിന്റെ അവശിഷ്ടങ്ങൾ അവിടേക്ക് കൊണ്ടടക്കിയിട്ട് അസ്സലാമു അലൈക യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് നിറകണ്ണുകളോടെ തിരിച്ചു വന്നിട്ടാണ് അറിയാത്ത ഉമ്മയുടെ സമീപം ചെന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ കുട്ടി എന്റെ കൂടെ നിസ്കരിക്കാൻ വന്നിരുന്നു. ആ കുഞ്ഞവിടെ വെച്ച് ബോംബർ വിമാനങ്ങൾ താഴേക്കിട്ട ബോംബല്ല, അവിടെ അവശേഷിച്ച ആ ക്ലസ്റ്റർ ബോംബിന്റെ ബാക്കിയുള്ള ഭാഗമെടുത്ത് കടിച്ചപ്പോൾ അത് പൊട്ടിത്തെറിച്ച് മോൻ തെറിച്ച് വീണുപോയി. ചിന്നിത്തേറിയ ശരീരം നിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ നിന്റെ മനസ്സ് തകരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ കുട്ടി അല്ലാഹുവിന്റെ പ്രത്യേകമായ വിധിക്കനുസരിച്ച് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയി. അവനെ അടക്കിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞപ്പോ പിഞ്ചോമന കുഞ്ഞിനെ ഓർത്ത് വീപ്പ് മുട്ടി കരയാൻ തുടങ്ങിയ പെണ്ണിനോട് അല്ലാഹുവിന്റെ ഖദായിൽ സമാധാനിക്കൂ എന്ന വാക്ക് പറഞ്ഞപ്പോ സ്വിച്ചിട്ടതുപോലെ അവസാനിച്ചു കരച്ചിൽ. ആ കരച്ചിൽ അവസാനിപ്പിച്ച് അവരെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ വിഷമിച്ച
ആ പ്രിയപ്പെട്ട ഉപ്പാപ്പ അവിടുന്ന് തിരിച്ചു പോരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്ർ നിസ്കാരത്തിന്റെ വാങ്ക് വിളിക്കുമ്പോഴും അൽഹംദുലില്ലാ മഹാനായ ശൈഖുന ഒക്കെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകനും നമ്മുടെ നാട്ടിന്റെ ദീനീ രംഗത്ത് ദർസീ രംഗത്ത് വലിയ ഇതിഹാസവുമായ ബഹുമാനപ്പെട്ട റഷീദ് ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ആ രണ്ടാമത്തെ വിളി അസറിന്റെ വാങ്ക് വിളിക്ക് കേൾക്കുമ്പോ ലോഹറിന് സംഭവിച്ച ആ പ്രശ്നങ്ങളൊക്കെയും മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അസറിന്റെ വാങ്ക് വിളിക്കുമ്പോ ലോഹറിന് സംഭവിച്ച അപകടത്തെക്കുറിച്ച് പോലും ചിന്തയില്ലാതെ അസറിന്റെ വാങ്ക് കേട്ടപ്പോഴും അടുത്ത മൊട്ടക്കുന്നിന്റെ പുറത്തേക്ക് വന്ന് നിസ്കാരത്തിന് കൈകെട്ടിയ ആ സമൂഹത്തിന്റെ ദൃഢവിശ്വാസമുണ്ടല്ലോ, ആ ഈമാനുണ്ടല്ലോ, അതെന്റെ മനസ്സിനെ ഹഠാത് ആകർഷിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇങ്ങനെ ഈ ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഫലസ്തീനിൽ ആരും ചോദിക്കാനില്ല, പറയാനില്ല, താങ്ങാനില്ല, പിന്തുണയ്ക്കാനില്ല. യുദ്ധത്തിന്റെ നീതികളെ മുഴുവൻ അതാ കശാപ്പ് ചെയ്ത ജൂതക്കരടിയെ പിടിച്ചു കെട്ടാനാളില്ല. അമേരിക്ക എന്ന വൻശക്തി സർവ പിന്തുണയും കൊടുക്കുന്നു. ആ അരക്ഷിതാവസ്ഥയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴും അതിന്റെ ഇരട്ടി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ പരിചയപ്പെടാൻ വരുന്നത് ആദർശത്തിന്റെ വിശുദ്ധിയും ആ മഹത്തായ ഈമാനിന്റെ മഹത്വവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഹിദായത്തിന്റെ മാർഗം ഉറപ്പിച്ചു നിർത്തുന്നതിന് ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അചഞ്ചലമായ വിശ്വാസത്തോടെയും നാം മുഖേന ഒരു നിരപരാധിയും കശാപ്പ് ചെയ്യപ്പെടരുതെന്ന് മാത്രമല്ല, അൽ മുസ്ലിമു മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദി, അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സർവ്വജനങ്ങളും രക്ഷപ്പെടുമ്പോഴേ അവൻ മുസ്ലിമാകൂ എന്ന തത്വം മാനിച്ചുകൊണ്ട് ഒരാൾ നമ്മളെ കശാപ്പ് ചെയ്താലും അതിനു പകരം വേറൊരു നിരപരാധിയെ കശാപ്പ് ചെയ്യാനോ അയാളെ തന്നെ കശാപ്പ് ചെയ്യാനുള്ള നിയമം കയ്യിലെടുക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത്രയേറെ സമാധാനപൂരിതമായ ജീവിതത്തിലൂടെ സഹിഷ്ണുതയിലൂടെ മുന്നോട്ട് പോകേണ്ടുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ ലോകത്ത് തെറ്റിദ്ധാരണ വരുത്തിയ ഇസ്ലാമോഫോബിയയുടെ ക്രൂര ശക്തികൾ അത്തരം പ്രചരണം നടത്തുമ്പോ അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ധാരാളം മുതഅല്ലിമുകളെ വാർത്തെടുത്ത് അവരെ ആലിമുകളാക്കി നല്ല ദർസിന്റെ പരിപോഷണം നടത്തി ജീവസുറ്റ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ അറിവാണ്. അൽ ഹിക്മത്തു ദാലത്തുൽ മുഅ്മിൻ, കളഞ്ഞുപോയ സ്വത്താണ് മുഅ്മിനിന്റേത് വിജ്ഞാനം. എവിടെ നിന്നാണെങ്കിലും അത് പെറുക്കിയെടുക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ വായന അത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന മാനദണ്ഡം ഉപയോഗിച്ച് നല്ലത് മാത്രം വായിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് നല്ല രീതിയിൽ ജീവിച്ച് അവസാനം കാമില ഈമാനോടെ മരിക്കാൻ നാളെ ജന്നാത്തുൻ നഈമിലെത്തുമ്പോ അവിടെയാണ് നമുക്ക് സുഖിക്കാനും സന്തോഷിക്കാനും എല്ലാവിധ സ്വാതന്ത്ര്യവും ഉള്ളത്. ഇത് പരീക്ഷാ ഹാളാണ്. ഈ പരീക്ഷാ ഹാളിലേക്ക് വിട്ട നാം എത്തിപ്പെട്ട പരീക്ഷാ ഹാള് നമ്മുടെ സ്കൂളിൽ നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹാൾ ടിക്കറ്റ് കിട്ടി എക്സാമിന് പോയ ആ സ്കൂള് വളരെ വൃത്തികേട് കൊണ്ട് പരിസരം വല്ലാതെ മലിനമായ സ്കൂളാണ്. പക്ഷേ സ്കൂൾ ഹാളിനകത്ത് കയറി പരീക്ഷ സമയത്ത് എഴുതിയില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് അപ്പോൾ പശ്ചാത്തലം നോക്കാതെ പരിസരം നോക്കാതെ നാം നമ്മുടെ പരീക്ഷ എഴുതി പൂർത്തിയാക്കണം. എന്നതുപോലെ എന്ത് മലീമസമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുസ്ലിം പേരുകാരും വിശ്വാസത്തിൽ നിന്ന് പിഴച്ചുപോയ വിദഗ്ധക്കാരും ആവത് ശ്രമിക്കുമ്പോഴും നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ അഹ്ലുസുന്നയിൽ അടിയുറച്ചു നിന്ന് യഥാർത്ഥ ഇസ്ലാമിന്റെ നന്മയുടെ മുഖം മറ്റുള്ളവരിലും പ്രകടമാക്കി കാണിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിക്കൊണ്ടു പോകാനും അതിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.
ദുആത്ത് സുന്നയുടെ ഈ മഹത്തായ സമ്മേളനം അതിനുപകരിക്കുന്ന അള്ളാഹു മഖബൂലാക്കുന്ന ഒരു മജ്ലിസ് ആക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദർസിന്റെയും വിജ്ഞാനത്തിന്റെയും പള്ളിയുടെയും മദ്രസയുടെയും കാര്യങ്ങളിൽ ഞാൻ വരുമ്പോഴും ഒരു അമുസ്ലിം സുഹൃത്ത്, ഒരു സഹോദരൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ആദരവോടെയാണ് ഈ രാജ്യം നമ്മളുടെ മാലിക് ദീനാർ തങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ചതും അത് മുതൽ ഇന്ന് വരെയുള്ള ഔലിയാക്കളെയും സാലിഹീങ്ങളെയും ആലിമീങ്ങളെയും കണ്ടതും. ആ ഒരൊറ്റ മാതൃക അത് വളരെ വ്യക്തമായി കാത്തു സൂക്ഷിച്ച് അവസാന ശ്വാസം വരെ ഈ നാടിനു വേണ്ടിയും രാജ്യത്തെ പൊതുജനങ്ങൾക്ക് വേണ്ടിയും സേവനമർപ്പിച്ചുകൊണ്ട് സാന്ത്വന സേവന സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിന്ന് നമുക്ക് സ്വർഗം സമ്പാദിക്കാനും, പരീക്ഷാ ഹാളിൽ അവസാന സമയമാകുമ്പോ എഴുതി പൂർത്തിയായില്ല, അപ്പൊ സൂപ്പർവൈസർ അതാ ആൻസർ പേപ്പർ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി ഒന്ന് എഴുതത്തക്ക രീതിയിൽ ടീച്ചർ അവിടെ ഒന്ന് കാല് തട്ടി വീണിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് വീണെന്നും ഇരിക്കാം. പക്ഷേ വീഴാത്ത സൂപ്പർവൈസറാണ് നമ്മുടെ പരീക്ഷ പേപ്പർ വാങ്ങാൻ ഇവിടെ വരുന്നത്. മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഇവിടെ പരീക്ഷാ ഹാളിൽ ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരൂല. ഇത് വ്യക്തമായി മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും അത് വളരെ സൂക്ഷിച്ച് അവസാനം ഹുസ്നുൽ ഖാത്തിമയോടെ നമുക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞ് ജന്നാത്തുൻ നഈമിൽ പരമമായ സന്തോഷം സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന ആ ലോകത്ത് സല്ലപിക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആയിരുന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന മഹാമേരുവിന്റെ തണലിൽ അഥവാ നീലവിഹായസിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രമായി കൽപ്പാന്ത കാലത്തോളം പ്രശോഭിക്കാൻ ഈ ദർസിനും ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്കും സർവശക്തൻ സഹായിക്കുമാറാകട്ടെ.